വസ്ബിയാനു അമാനത്തുൻ ഇന്ദൽ വാലിദൈനി. ഓരോ കുട്ടികളും മക്കളും മാതാപിതാക്കൾക്ക് അമാനത്താണ്. അവരെ സംരക്ഷിക്കേണ്ട ചുമതല മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. സാധാരണ ഭൗതികമായ ലോകത്ത് നിന്ന് മാത്രമല്ല. ജാദുൽ മഅദിൽ കാണാം, വമിനൽ അമാനത്തി ഹിഫ്ളുഹും മിനശ്ശൈത്വാനി വൽ ജിന്നി. പിശാചിൻ്റെയും ജിന്നുകളുടെയും ഷർറിൽ നിന്ന് അവരെ സംരക്ഷിക്കലും മാതാപിതാക്കളുടെ കടമകളിൽപ്പെട്ടതാണ്. അതിനുവേണ്ടി എപ്പോഴും അവർക്ക് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീമും ഓതി മഅവിദത്തൈനി, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ആയത്തുൽ കുർസിയുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓതി കൊടുക്കുക. മസ്സു ഷെയ്ത്താൻ എന്നാണ് നിഴല്, ഷെയ്ത്താനിൻ്റെ നിഴല് എന്ന് സാധാരണ പറയുന്നത് മസ്സു ഷെയ്ത്താൻ എന്നാണ് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പിശാചിൻ്റെ തലോടൽ. പിശാച് കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. കാരണം കുട്ടികൾ സ്വയം ഫാത്തിഹയോ അല്ലെങ്കിൽ മറ്റു സൂറത്തുകളോ ഒന്നും ഓതി കാവൽ തേടുന്നില്ല, ഇബാദത്തുകളുമായി ബന്ധപ്പെടുന്നില്ല. അപ്പോൾ പിശാചിന് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളതാണ് കുട്ടികൾ. അതുകൊണ്ട് കുട്ടികളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പിശാചിന് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, സന്ധ്യാസമയം മഗ്‌രിബിൻ്റെ സമയം നിങ്ങൾ കുട്ടികളെ പുറത്തിറക്കരുത്. പുറത്തിറക്കിയാൽ പിശാചിൻ്റെ സ്പർശനമുണ്ടാവും, പിശാചിൻ്റെ ശല്യമുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് മഗ്‌രിബിൻ്റെ സമയം. ആ മഗ്‌രിബിൻ്റെ സമയത്ത് കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല. മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം പുറത്തിറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ മസ്സു ശൈത്താൻ, ആ ഒരു പിശാചിൻ്റെ നിഴല് കുട്ടിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കുട്ടി ഉറക്കത്തിൽ ഞെട്ടി ഉണരുക, ഉറക്കത്തിൽ കിടന്ന് ഞെട്ടുക, അതുപോലെ പറയുന്ന കാര്യങ്ങളൊന്നും കുട്ടിക്ക് വേണ്ടത്ര മനസ്സിലാകാതെ ഇരിക്കുക. അത് ബുദ്ധിയുടെ ഭ്രമം സംഭവിച്ചു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ നല്ലതുപോലെ ഭയപ്പാടിന് അടിമയായ കുട്ടിയാണെങ്കിൽ അതിലൂടെ അപസ്മാരം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപസ്മാരമുണ്ടായ ഒരു കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ എന്ന ആയത്തോതി മന്ത്രിക്കുകയും ആ കുട്ടി ഉന്മേഷവാനായി മാറിയെന്നും ഹദീസുകളിൽ കാണാം. അപ്പോൾ കുട്ടികളെ പരമാവധി ആ സന്ധ്യസമയവും അതിനോടടുത്ത സമയവും പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ മുല കുടിക്കാതിരിക്കുക, പാല് കുടിക്കാതിരിക്കുക, നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഭക്ഷണത്തിനോട് വിരക്തി തോന്നുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ചും വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കണ്ണും നട്ട് അവിടേക്കിങ്ങനെ നോക്കി എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെയും അതിൻ്റെ ലക്ഷണങ്ങളാണ്. പിശാചിൻ്റെ നിഴല് ബാധിച്ചു, മസ്സു ശൈത്താൻ ബാധിച്ചു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. നന്നായി ഓതാൻ അറിയുന്നവർ സൂറത്തുൽ ഫലക്കും ഫാത്തിഹയും ഒക്കെ ഓതി മുമ്പ് വിവരിച്ചതുപോലെ കുട്ടികളെ മന്ത്രിക്കുന്ന ആയത്തുകൾ ഓതി മന്ത്രിക്കുക. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന ദിക്റും ഓതി കുട്ടിയുടെ ദേഹത്ത് ഊതി കൊടുക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളിൽ പ്രധാനപ്പെട്ട ദിക്റാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന ദിക്ർ. എന്ന പോലെ പിശാച് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ, ഹസൻ ബസ്രി തങ്ങൾ പറയുന്നത്, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ
മുതുകിൻ്റെ അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്തായി പിശാച് വന്ന് കുത്തുകയും ആ കരച്ചിലൂടെ അല്ലാതെ ഒരു കുട്ടിയും ജനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നവജാത ശിശുവിനെ ഉടനെ തന്നെ സമീപിക്കാൻ പിശാച് ആഗ്രഹിക്കുന്നു എന്നതാണ്. അപ്പോൾ കുട്ടികളെ ചുറ്റിപ്പറ്റി എപ്പോഴും പിശാച് ഉണ്ടാവും. ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ മന്ത്രിക്കുക. നന്നായിട്ട് ഓതാൻ അറിയുന്നവരാണെങ്കിൽ സ്വയം മന്ത്രിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരെ വിട്ട് മന്ത്രിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം അവർക്ക് ഏലസോ അതുപോലെ മന്ത്രിച്ച ചരടോ ഒക്കെ ഒരു രക്ഷ എന്ന പോലെ, ഒരു ഹിഫ്ള് എന്ന പോലെ എഴുതി അത് കെട്ടിക്കൊടുക്കുന്നത് പെട്ടെന്ന് ഇതൊക്കെ ബാധിക്കാതിരിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി കാണുന്നവരുണ്ട്. അത് കുട്ടിയുടെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാവണം. അപ്പോൾ ഒരു ഏലസ് നല്ലതുപോലെ നല്ല ഹിഫ്ളിൻ്റെ ഏലസ് ഒരെണ്ണം എഴുതി കെട്ടിക്കൊടുക്കുന്നതും, അതുപോലെ ചരട്, മന്ത്രിച്ച ചരട് ഓതി കെട്ടിക്കൊടുക്കുന്നതും അതൊക്കെയും അത്യാവശ്യമാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിശാചിൻ്റെ ആ ഒരു മസ്സ് ശൈത്താൻ ബാധിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഈ അടയാളങ്ങൾ കണ്ട് ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ മന്ത്രിച്ച് മാറ്റുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് ബുദ്ധിഭ്രമവും അപസ്മാരവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് അസുഖങ്ങൾ വരാനും കാരണമായി തീരും. ശരീരത്തിനെയും മനസ്സിനെയും ദുർബലമാക്കും. കുട്ടിയുടെ ആ ഊർജ്ജസ്വലത നഷ്ടപ്പെടുത്തും. ഇത്തരം പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷെയ്ത്താൻ്റെ നിഴൽ, മസ്സു ഷെയ്ത്താൻ എന്നത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ആ അമാനത്ത്, ആ ഒരു സംരക്ഷണം മാതാപിതാക്കൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.